വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തിയ രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസം 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പത്രോസിൻ്റെ കാരാഗ്രഹം അനുഭവം മുതൽ പൗലോസിൻ്റെ മാനസാന്തരം വരെയുള്ള 8 ദിവസങ്ങൾ സഭകളുടെ ഐക്യത്തിനു വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും വറ്റിക്കാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പൊന്റിഫിക്കൽ കമ്മീഷൻ ഫോർ ക്രിസ്ത്യൻ യൂണിറ്റിയും ഒന്നിച്ചാണ് വർഷങ്ങളായി ഈ ആചരണം നടത്തി വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്ന്. പിതാവ് എന്നെ അയച്ചുവെന്ന് ലോകമറിയണം. അത് ലോകമറിയുന്നത് വഴി പിതാവും ഞാനും ഒന്നാണെന്ന്, എന്നെ അയച്ച ദൗത്യം ഒരു മനുഷ്യനും നശിക്കാതെ എല്ലാവരും രക്ഷപ്പെടണമെന്നും ആണെന്നും ഉള്ള ബോധ്യത്തിലാണ് യേശു തമ്പുരാൻ ആ പ്രാർത്ഥന നടത്തിയത്. തൻ്റെ ശിഷ്യന്മാരുടെ ഐക്യം, മുക്കുവന്മാർ, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, എടുത്തിയാട്ടക്കാർ, തീവ്രവാദികളെന്ന് വിളിക്കപ്പെട്ട ആളുകൾ, ഇവരെ എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ യേശുവിന് കഴിഞ്ഞു. അവിടുത്തെ പാടുപീടുകളുടെയും മരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അധൈര്യപ്പെട്ടിരുന്ന ശിഷ്യന്മാർ പുനരുത്ഥാനത്തിൻ്റെ ആ സന്തോഷത്തിൽ ഒന്നിച്ചുകൂടുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച യേശു ജെറുസലേം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നതുവരെ എന്നവരോട് അരുളിച്ചെയ്തു. ജെറുസലേമിൽ പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണല്ലോ വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ട് പ്രവർത്തനോന്മുഖരാക്കി അയക്കുന്നു.
യേശുവിൻ്റെ ഈ ദൗത്യം എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ കോറിന്തിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതൊരു വ്യക്തിപരമായ ക്ഷണമാണ് എന്നും സമൂഹപരമായ ഒരു ക്ഷണമാണ് എന്നും ദൈവത്തോടുള്ള ഐക്യം, മനുഷ്യരോടുള്ള ഐക്യം, മനസാക്ഷിയോടുള്ള ഐക്യം, ഈ പ്രപഞ്ചത്തോടുള്ള ഐക്യം നിലനിർത്തുവാൻ നമുക്ക് കഴിയണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സർവസൃഷ്ടിക്കുമായി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നിർഭരമായ സംഭാവനയാണ് രമ്യതയും അനുരഞ്ജനവും. ഈ 2 കാര്യങ്ങൾ ദൈവത്തിന് ദാനമായി നൽകുകയാണ്. രമ്യതയും അനുരഞ്ജനവും. പരസ്പരം രമ്യപ്പെട്ടു പോവുക, ഭിന്നിച്ചു നിൽക്കുകയല്ല. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ മനുഷ്യ സമൂഹത്തിലെ സഹോദരി സഹോദരന്മാർ എന്നുള്ള നിലയിൽ ദൈവം പിതാവായും നാം മക്കളായും മാറുമ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള ഒരു രമ്യത, അതിന് അനുരഞ്ജനം കൂടിയേ തീരൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ദൈവത്തിനെതിരായി, മനുഷ്യർക്കെതിരായി, മനസാക്ഷിക്കെതിരായി, ഈ പ്രപഞ്ചത്തിനെതിരായി വന്നുപോയിട്ടുള്ള കുറവുകൾക്ക് പരിഹാരമനുഷ്ഠിക്കുന്ന ഒരു മനോഭാവം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല, നീതിമാനെന്ന് സ്വയം വിളിക്കുന്നവൻ ദിവസത്തിൽ 7 പ്രാവശ്യം തെറ്റ് ചെയ്യുന്നുവെന്ന് കാണുമ്പോൾ ദൈവത്തിനെതിരായി, മറ്റുള്ളവർക്കെതിരായി, മനസാക്ഷിക്കെതിരായി, ഈ പ്രപഞ്ചത്തിനെതിരായി നാം ചെയ്തു പോയ തെറ്റുകൾക്ക് അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുക നമ്മുടെ കടമയാണ്. തനിക്കെതിരെയുള്ള അപരാധങ്ങൾ പരിഗണിക്കാതെ ദൈവം ലോകവുമായി രമ്യപ്പെട്ടു. ആ അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് നമ്മെ അവിടുന്ന് ഫലമേൽപ്പിക്കുന്നതായി പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. തനിക്കെതിരെയുള്ള അപരാധങ്ങൾ, എന്തുമാത്രം കുറ്റങ്ങളാണ് ആരോപിച്ചത്. ആ ആരോപണങ്ങൾക്കെല്ലാം അപ്പുറമായി പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. അപ്പോൾ തനിക്കെതിരെയുള്ള അപരാധങ്ങൾ പരിഗണിക്കാതെ ദൈവം ലോകവുമായി രമ്യപ്പെടുകയാണ്. അവിടുന്ന് ലോകവുമായിട്ട് രമ്യപ്പെടുവാനുള്ള ഇനീഷ്യേറ്റീവ്, താല്പര്യമെടുക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ നീരസം പരിഗണിക്കാതെ അവരോട് രമ്യപ്പെടുവാൻ ദൈവം എടുത്ത ആ ഇനീഷ്യേറ്റീവ് പോലെ നാം ഓരോരുത്തരും എടുക്കുമ്പോഴാണ് ക്രിസ്തുവുമായി ഒരു വ്യക്തിക്ക് ബന്ധമുണ്ടാകുന്നത്. ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഉള്ളതും ഉള്ളും അറിയുന്ന തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് അനുദിനം അനയിക്കുകയാണ് ഈ രമ്യതയുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ. ശത്രുതയും വിദ്വേഷവും വൈരാഗ്യവും ഒന്നിനും ഉപകരിക്കുകയില്ല. പിന്നെയോ സ്നേഹവും കരുണയും ക്ഷമയും ദീർഘശാന്തതയും ഇവയൊക്കെയാണ് നമ്മെ ദൈവവുമായും മറ്റുള്ളവരുമായുമൊക്കെ രമ്യപ്പെടുത്തുവാൻ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദാരമായ ഈ നടപടിയിലൂടെ ക്രിസ്തുവുമായി രമ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും അനുരഞ്ജനത്തെ
ആഘോഷിക്കണം ബോധപൂർവം എന്നുള്ളത്. അപ്പോൾ ദൈവം എടുക്കുന്ന ആ ഇനീഷ്യേറ്റീവ് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരോട് രമ്യപ്പെടുവാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് നാമാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. അപ്പോൾ ആ ഇനീഷ്യേറ്റീവ് നാം ആണ് എടുക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. അതിനാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സന്ദേശവാഹികളും സ്ഥാനപതികളുമാണ്. കാരണം അതിലൂടെ ദൈവം അവിടുത്തെ ആ ഒരു രമ്യത നടത്തുവാനുള്ള ആഹ്വാനം നമുക്ക് നൽകുകയാണ്. ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മറ്റൊരു ക്രിസ്തുവായി നാം രൂപാന്തരപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മിലുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത്. രമ്യത ത്യാഗമില്ലാതെ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. യേശു നമുക്ക് വേണ്ടി അവിടുത്തെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനം അവൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ത്യാഗത്തിലൂടെ ഈ അനുരഞ്ജനം നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് ജീവൻ ബലിയർപ്പിച്ചത്. ആ കാരണത്താൽ നമ്മുടെ ജീവൻ നമുക്ക് വേണ്ടി മാത്രമായി നാം കാണുന്നു എന്ന് വരികിൽ അത് ഒരു ക്രൈസ്തവ ജീവിതമല്ല. നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വാർത്ഥരായി മാറുകയാണ്. എൻ്റെ കാര്യം, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, എൻ്റെ ഇഷ്ടം. എന്നാൽ എന്താണ് തമ്പുരാൻ്റെ ഇഷ്ടം, തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റുവാൻ കഴിയുന്നത്. അവിടുന്ന് മരിച്ചത് നാം എല്ലാവർക്കും വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ ആയിത്തീരുന്നത് അനുരഞ്ജനത്തിലൂടെയാണ്. നിങ്ങളെന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, ശരിയാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ ഇപ്രകാരം നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ശുശ്രൂഷ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അവിടുന്ന് സ്നേഹത്തോടുള്ള ശുശ്രൂഷയുടെ മാനദണ്ഡമാണ് നമ്മെ പഠിപ്പിച്ചത്. അത് ആർക്കും നിഷേധിക്കാതെ എല്ലാവരെയും പരിഗണിക്കുന്ന വ്യക്തികളായി നാം മാറുമ്പോൾ അവിടുത്തെ സ്ഥാനപതികളായി നിങ്ങൾ ഒന്നാമൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനുമായിരിക്കണം. നമ്മുടെ പദവിയോ മറ്റ് ജനം നൽകുന്ന അംഗീകാരമോ ഒന്നുമല്ല. അവയ്ക്കെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവിടുത്തെ സ്ഥാനപതികളായി അവിടുന്ന് നൽകിയിരിക്കുന്ന സ്ഥാനം ഭരിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. അവിടുത്തെ ജീവിതത്തിലുടനീളം ആ ശുശ്രൂഷയുടെ മാനദണ്ഡം നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ എന്നുള്ള നിലയിൽ ജീവൻ ബലിയർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര പെരുന്നാളിൽ അവിടുന്ന് മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് നമ്മെ ദൈവികരാക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യത്വം നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്നേഹം എന്താണെന്ന്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. നമ്മുടെ കുറവുകൾക്ക് അതീതമായി നിറവുള്ളവൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിഞ്ഞു നിന്നുകൊണ്ടാണ് അവിടെ നമ്മെ സ്നേഹിക്കുന്നത്. നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും അതീതമായി നമ്മിലുള്ള സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നമ്മെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്ത് കൊടുക്കാം എന്നുള്ളതാണെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചു. എന്ത് കിട്ടുമെന്നുള്ളത് സ്വാർത്ഥതയാണ്, എന്ത് കൊടുക്കാമെന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം.
ഇനിമേൽ അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, പ്രത്യുത അവർക്കായി ജീവൻ ത്യജിച്ച ക്രിസ്തുവിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ സഭയ്ക്ക് വാരത്തെ നാം കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആ മനോഭാവമാണ് പത്രോസിൻ്റെ കാരാഗ്രഹം, പൗലോസിൻ്റെ മാനസാന്തരം, ഇതിൻ്റെ ഇടയിലുള്ള ആ കാലഘട്ടത്തെ നാം ഒന്ന് നോക്കുമ്പോൾ ഈ വർഷം 2017 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും പൊണ്ടിഫിക്കൽ കമ്മീഷൻ ഫോർ ക്രിസ്ത്യൻ യൂണിറ്റിയും ഒന്നിച്ച് ഒരു തീം എടുത്തുകൊണ്ട് അതെങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവരുടെ കുറവുകൾക്ക് അതീതമായി ഏതെല്ലാം മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് ചിന്തിക്കുകയാണ്. ലൂഥറൻ സഭയും കത്തോലിക്ക സഭയുമായിട്ടുള്ള സംവാദത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1517 മാർട്ടിൻ ലൂഥർ ഏതാണ്ട് 95ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അദ്ദേഹം പ്രകടിപ്പിച്ചത് പാശ്ചാത്യ സഭയുടെ അസ്തിത്വത്തെ നൂറ്റാണ്ടുകളായി സ്വാധീനിക്കുകയും വേർതിരിച്ചു കാണിക്കുകയും ചെയ്ത നവോത്ഥാന പ്രസ്ഥാനം ഒരു ചലഞ്ചായി, ഒരു വെല്ലുവിളിയായി മാറി. ലൂഥറൻ സഭയും പ്രോട്ടസ്റ്റന്റ് സഭയും കത്തോലിക്ക സഭയുമായിട്ടുള്ള കുറ്റാരോപണങ്ങളൊക്കെ നടത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ജർമ്മനിയിലെ ഇവാഞ്ചലിക്കൽ സഭ ഈ വർഷ ആചരണത്തിനായി 2008 മുതൽ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളുടെ കൂട്ടായ്മ വിവിധ സഭകളിലെ എത്ര ദീർഘകാലമായ ഒരുക്കങ്ങൾ നടത്തുന്നു. 2008 മുതൽ ഒരുക്കിയതിൻ്റെ ഫലമായിട്ടാണ് 2017 ഈ സഭയ്ക്ക് തീം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോ വർഷവും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഓരോ സവിശേഷതകളിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ഒരുക്കങ്ങൾ നടത്തുക. വിശദവും എന്നാൽ ഇടയ്ക്കിടെ ദുർഘടവുമായ ചർച്ചകൾക്ക് ശേഷം ജർമ്മനിയിലെ സഭകൾ ഒരു സമവായത്തിലെത്തുകയുണ്ടായി. അത് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അനുസ്മരണങ്ങൾ സഭായിക്യ പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്താചരണവും ഒരു ക്രിസ്തു ആഘോഷവും ആക്കണം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്. ക്രിസ്താചരണം, ക്രിസ്തുവിൻ്റെ ആചാരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അത് നമുക്കെങ്ങനെ പ്രാവർത്തികമാക്കാം. സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ ആഘോഷം എങ്ങനെ കുറെ കൂടി നമുക്ക് പ്രാവർത്തികമാക്കാം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ക്രിസ്തുവിൻ്റെ രമ്യതാ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സഭ ഈ വർഷം വളരെ താല്പര്യത്തോടു കൂടി സഭകളുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. സഭയ്ക്ക് മുൻനിർത്തി ലൂഥറൻ കാത്തലിക് സമിതി തയ്യാറാക്കിയ പഠനരേഖയാണ് മാനസിക മത്സരങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും സഭൈക്യത്തിലേക്ക് എന്ന മാർഗദർശനം നൽകിയിരിക്കുന്നത്. അപ്പോൾ മാനുഷിക രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ മാനസികമായ മത്സരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവയൊക്കെ നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന് വരികിലും ഐക്യത്തിലേക്ക് എങ്ങനെ വരാം എന്ന് ബോധപൂർവം ചിന്തിക്കുകയാണ്. വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും
ആഘോഷങ്ങളുമൊക്കെ ഇരു സഭകൾക്കുമുണ്ട് എന്ന് വരികിലും നൂറ്റാണ്ടുകളിലൂടെയുള്ള ദോഷാരോപണങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും ഒന്നും ഇനിയും പാടില്ല. പ്രാർത്ഥനാപൂർവം അതിന് പരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. ബൈബിളിലെ നിധികളെയെല്ലാം കണ്ടെത്തുക, ബൈബിൾ പഠന പദ്ധതി ആവിഷ്കരിക്കുക, ബൈബിൾ ദർശനം വ്യാഖ്യാനിക്കുക. വിറ്റൻബർഗിലെ മാർട്ടിൻ ലൂഥറിൻ്റെ കേന്ദ്രത്തിലെ പ്രതീകാത്മകമായ ഒരു തീർത്ഥാടനം ക്രമീകരിച്ചു. ജർമ്മനിയിലെ നവോത്ഥാനത്തിൻ്റെ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ സഭൈക്യ പ്രാർത്ഥനയിലെ വിവിധ ദിവസങ്ങളിലെ ചിന്താവിഷയങ്ങൾ എത്ര ബോധപൂർവമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുകയില്ല. ആദ്യ മനുഷ്യൻ ആദത്തിൻ്റെ പാപം നമ്മെ എല്ലാവരെയും ഒരു മരണാവസ്ഥയിലേക്ക് നയിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ആദം യേശുക്രിസ്തുവിൻ്റെ മരണം വഴി നമുക്കെല്ലാവർക്കും ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാനുള്ള ഒരു മരണമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. ആ കാരണത്താൽ നാം ആരും നമുക്ക് വേണ്ടി എന്നുള്ള ഒരു സങ്കല്പത്തിൽ ജീവിക്കുവാൻ പാടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, അവരന് വേണ്ടി ജീവിക്കുക. എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. മാനുഷിക വീക്ഷണത്തിൽ ആരെയും കാണാതെ, ആരെയും വിലയിരുത്താതിരിക്കുക. കാരണം മനുഷ്യൻ്റെ വീക്ഷണങ്ങൾക്ക്, വിധികൾക്ക് പരിധികളും പരിമിതികളും പരാധീനതകളുമുണ്ട്. അതിനപ്പുറമായിട്ട് മറ്റുള്ളവരിലുള്ള നന്മ വീക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. പഴയതെല്ലാം കടന്നുപോയി, എല്ലാം നവീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം ക്രിസ്തുവിൽ പുതിയ ഒരു സൃഷ്ടിയാണ്. ആ നന്മയുടെ ജീവൻ്റെ ഐക്യത്തിൻ്റെ ആ ഒരു അനുഭവം നമുക്ക് നൽകുവാനാണ് ദൈവം നമ്മോട് രമ്യപ്പെട്ടിരിക്കുന്നത്. ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യമേ പോയി അവരോട് രമ്യപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. എത്ര അർത്ഥവത്താണത്! അങ്ങനെ രമ്യതയുടെ ഒരു ശുശ്രൂഷ യേശു തമ്പുരാൻ എടുത്ത ആ താല്പര്യം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയണം. അന്യജനത്തിൻ്റെ ശുശ്രൂഷ, ദൈവവുമായിട്ടുള്ള ഐക്യം, ക്രിസ്തുവുമായി മാനവരാശിയെ ഒന്നിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹം, ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്ന, ജീവൻ്റെ വറ്റാത്ത സ്രോതസ്സായ ദൈവവുമായിട്ടുള്ള രമ്യതയുടെ ദാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ലോകസമക്ഷം എല്ലാ മക്കളെയും ഒന്നായി കാണുന്ന ഒരു പ്രവണത. നമ്മുടെ ബന്ധങ്ങളെല്ലാം പാലങ്ങൾ പണിയുന്ന ബന്ധങ്ങളായിരിക്കണം, മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതാകരുത്. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷകർ ആയി മാറിക്കൊണ്ട് സമാധാനത്തിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും മാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം നമ്മെ നിർബന്ധിക്കുകയാണ്. ഭിന്നത പാടില്ല. നാം പല അവയവങ്ങളാണ്, പല ധർമ്മങ്ങളുണ്ട്, പക്ഷേ യേശുക്രിസ്തുവിൽ നാം ഒന്നാണ്. ആ ശിരസ്സിനോട് അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാഖോപശാഖകളായി നല്ല ഫലം പുറപ്പെടുവിച്ച് ഈ ഐക്യം പ്രാവർത്തികമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.